ഹായ് ഹലോ എല്ലാവർക്കും ഡി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇന്ന് നമ്മൾ സാറ്റൻ റിബൺ വെച്ച് ഒരു ഡിസൈനാണ് നോക്കാൻ പോകുന്നത്. സാറ്റൻ റിബൺ വെച്ച് എങ്ങനെയാണ് ഒരു ഫ്ലവറും ലീഫൊക്കെ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാ കണ്ടോ, ഇത് ഞാൻ ഗ്രീനും റെഡുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പല സൈസിലും കളറിലും അവൈലബിളാണ്. മിക്സഡ് കളർ അങ്ങനെ പല രീതിയിലും അവൈലബിളാണ്. ഇത് നമ്മുടെ കുറച്ച് നല്ല വലിയ ഹോളുള്ള നീഡിലിൽ മാത്രമേ നമുക്കിത് കോർത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോർത്തെടുക്കുന്നു. ഈ കാണുന്നത് പോലെ തന്നെ ലേസിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലീഫാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഇതാ ഇവിടെ കണ്ടോ, ഈ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിക്കുന്നതിനേക്കാളും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് തിരുക്കി എടുത്താൽ പെട്ടെന്ന് ഈ എന്തുകൊണ്ടാണ് നമ്മുടെ ലേസ് വരുന്നതാണ്. ലേസ് അല്ല, സാറ്റൻ റിബൺ. അതിനുശേഷം ഈ കാണുന്നത് പോലെ ലീഫിൻ്റെ അറ്റ ഭാഗം എവിടെയാണോ അവിടെ വെച്ച് ഈ കാണുന്ന പോലെ ആ ലീഫിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗത്ത് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് കുത്തി ഇറക്കി ജസ്റ്റ് ഒന്ന് വരയ്ക്കുമ്പോൾ കണ്ടത് ചെറിയൊരു ലീഫിൻ്റെ ഷേപ്പിൽ കിട്ടും നമുക്ക്. ഇതുപോലെയാണ് ബാക്കി എല്ലാ ലീഫും നമ്മൾ ചെയ്തെടുക്കുന്നത്. നമുക്കിനി അടുത്തത് ചെയ്യാം. അടുത്തത് ഈ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ അറ്റ ഭാഗത്തു നിന്ന് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുത്ത ശേഷം ലീഫിൻ്റെ അതായത് അതിൻ്റെ ലാസ്റ്റ് ആ കൂർമ നയിക്കുന്ന ഭാഗം എവിടെയാണോ വരുന്നത് അവിടെ വെച്ച് നമ്മളിങ്ങനെ ആ സാറ്റൻ റിബണിനകത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ലീഫിൻ്റെ ഷേപ്പ് കിട്ടുന്നു. കണ്ടോ, ഇതുപോലെയാണ് ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് ക്ലോത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ വേണ്ടി ചെറിയൊരു പാടുണ്ട്, അത്രയേ ഉള്ളൂ. ഇതാ കണ്ടോ, എന്നിട്ട് ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതി. നമുക്ക് ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇതും സാരിയിലും കുർത്തിയിലുമൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ കണ്ടോ, ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കും. ഈ കാണുന്ന രീതിയിൽ തന്നെ ലീഫെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നേരത്തെ ചെയ്തതുപോലെ തന്നെ സാറ്റൻ റിബൺ നീഡിൽ കോർത്ത് ലാസ്റ്റ് ഒരു കെട്ടുമിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതേ മെത്തേഡ് തന്നെയാണ്, പക്ഷേ ഈ ലീഫിൻ്റെ അത്രയും ചുളുക്കം വരില്ല. നമ്മൾ പെറ്റൽ അതായത് ഇതൾ തയ്ക്കും സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ എടുത്ത ശേഷം അതിൻ്റെ ഗ്ലേസിങ് ഭാഗം കണ്ടോ, ഇങ്ങനെ വെച്ച് നമ്മളൊരു കൈ അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് താഴേന്ന് വലിക്കുമ്പോഴും നമ്മൾ ആ കൈ അവിടെ നിന്ന് എടുക്കുന്നില്ല, കണ്ടോ, അതുപോലെ തന്നെ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നു. അത് കാരണം ഇതിങ്ങനെ ചുരുണ്ട് ലീഫ് പോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. ഇതുപോലെ താഴേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ച് കണ്ടോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കണ്ടോ. അത് കഴിഞ്ഞ് അടുത്ത പെറ്റിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ അതിൻ്റെ അടുത്ത പെറ്റലിന് വേണ്ടിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോഴും ഫസ്റ്റ് ചെയ്ത പെറ്റൽ ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഇങ്ങനെ കൈ പിടിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നന്നായിട്ടത് നമ്മൾ വലിക്കുമ്പോഴത്തേക്ക് ചുരുണ്ട് കയറും. ഇതാ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് തുണിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വിട്ട് വരാൻ ഇത്തിരി പ്രയാസമായിരിക്കും, എങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഡിസൈൻ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന ഇതാണ് റിബൺ വെച്ചുള്ള ഡിസൈൻ. അതുപോലെ തന്നെ സാറ്റൻ റിബണൊക്കെ അത്ര അധികം വിലയൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അതായത് അതിൻ്റെ വീതിയും ഒക്കെ വെച്ചിട്ടാണ് വില കൂടുന്നതും കുറയുന്നതും. ഇത് ഇപ്പോൾ ഒരു റോളിന് 15 രൂപയാണ് ഞാൻ വാങ്ങിയത്. അപ്പോഴത്തേക്ക് അതെന്തായാലും നല്ലൊരു ക്വാണ്ടിറ്റി തന്നെയുണ്ട്. നമുക്ക് ഇതുപോലത്തെ ഡിസൈനൊക്കെ ആണെങ്കിൽ നമുക്ക് തോനെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ പിന്നെ അധികം നീളമില്ലാത്ത നീഡിലിൽ ചെയ്താൽ കുറച്ചുകൂടെ നമുക്ക് അതായത് കുറച്ചുകൂടി നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നീളമുള്ള ഫ്ലവർ ആകുമ്പോഴത്തേക്കും നമുക്ക് കെട്ടിടാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പാതി വെച്ച്
കെട്ടിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അത്രയും ലെങ്തിൽ റിബൺ വേസ്റ്റ് ആയിപ്പോവും. അപ്പം എൻ്റെ ഈ നീഡിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. അല്ലാതെ അതായത് ത്രെഡ് കയറ്റുന്ന ഭാഗം ഇത്തിരി വലുതായിട്ടുള്ള ചെറിയ നീഡിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ കുറച്ചുകൂടെ സാറ്റൻ റിബൺ നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ഫ്ലവേഴ്സും നമുക്ക് ചെയ്തെടുക്കുന്നത്. അടുത്തിനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് സ്റ്റെമ്മ് കൊടുക്കാനാണ് പോകുന്നത്. സ്റ്റെമ്മ് കൊടുക്കുന്നതിനായിട്ട് ഞാൻ ആങ്കറിൻ്റെ ത്രെഡ് ഒരു ക്വാണ്ടിറ്റി ഫുള്ളോടെ എടുത്തിട്ടുണ്ട്. എടുത്ത് നീഡിൽ കോർത്ത് നോട്ടിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതുപോലെ കണ്ടോ, ഇങ്ങനെ നീഡിലെടുത്തിട്ട് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് എടുത്ത് അവസാനിക്കുന്നത് എവിടെയാണോ അവിടെ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഈ വളവൊക്കെ വരുമല്ലോ, അപ്പോൾ അതനുസരിച്ച് വളവൊക്കെ എങ്ങനെ വരുന്നോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് ഈ ത്രെഡ് നീക്കിയതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അതായത് നമ്മൾ ആദ്യമേ ലൈൻ വരച്ചിരിക്കുന്നത് എങ്ങനെയാണോ വളച്ചൊക്കെ വരയ്ക്കുന്ന ആ കണക്കിന് ഈ ത്രെഡിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് നീക്കി കണ്ടോ, ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് നീക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അതാണ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇതുപോലെ. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിൽ ഇങ്ങനത്തെ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഈ എംബ്രോയ്ഡറി ഹൂപ്പുകളിലൊക്കെ നമ്മൾ ചെയ്യുമല്ലോ, അപ്പോഴത്തേക്ക് ഇതൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. ഡ്രസ്സിലും കുഴപ്പമില്ല, എങ്കിലും കുറച്ചുകൂടെ കാണാൻ ഇങ്ങനെ നല്ല ഇതായിട്ടിരിക്കുന്നത് ആ ഹൂപ്പുകളിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കായിരിക്കും. ഇതുപോലെ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം അതുപോലെ തന്നെ ഇതുപോലെ ലീഫും സ്റ്റെമ്മുമായിട്ട് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുത്തതിന് ശേഷം നോക്കാം. അടുത്തിനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതിൻ്റെ നടുക്ക് ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് അതിനായിട്ട് ആങ്കറിൻ്റെ ത്രെഡിനെ യെല്ലോവും വൈറ്റ് കളറും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഈ കാണുന്നത് പോലെ ത്രെഡ് എടുത്ത ശേഷം നമ്മളിങ്ങനെ ചുറ്റുകയാണ്. ഞാനിപ്പോൾ ഒരു 7 ചുറ്റാണ് കൊടുക്കുന്നത്. കണ്ടോ, ഇത്തിരി വലുതായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. റിബൺ ഇത്തിരി വലുതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ആ പൂമ്പൊടി കുറച്ച് ഇത്തിരി പൊങ്ങി നിന്നാലും പ്രശ്നമില്ല. അതുകൊണ്ടാണ് 7 ചുറ്റ് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ അടുത്തത് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.